നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജനുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഭൂമിയുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഭൂമി സംബന്ധമായി നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരാനിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും ഭൂരേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നു. കേരളം ഉൾപ്പെടെ 19 സംസ്ഥാനങ്ങളിലെ പൗരന്മാർക്ക് ഇനി നിയമസാധുതയുള്ള ഡിജിറ്റൽ ഭൂരേഖകൾ സ്വന്തം വീട്ടിലിരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 406 ജില്ലകളിലെ ബാങ്കുകൾക്ക് പണയ ഇടപാടുകൾ ഓൺലൈനായി പരിശോധിക്കുവാനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതോടെ വായ്പാ നടപടികൾ കൂടുതൽ വേഗത്തിലാകും. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, കർണാടക തുടങ്ങി 19 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ഈ ഒരു സേവനം ലഭ്യമാക്കുന്നത്. രാജ്യത്തെ 97.27% ഗ്രാമങ്ങളിലെയും ഭൂരേഖകൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു കഴിഞ്ഞു. കാഡസ്ട്രൽ മാപ്പുകളുടെ ഡിജിറ്റലൈസേഷനും ഭൂരേഖകളുമായുള്ള അവയുടെ ബന്ധിപ്പിക്കലും ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. നഗരങ്ങളിലെ ഭൂമി പരിപാലനത്തിനായി നക്ഷ എന്ന പദ്ധതി പ്രകാരം ആകാശ സർവേയും പുരോഗമിക്കുന്നു. ഭൂമിയിലെ ഓരോ പ്ലോട്ടിനും തിരിച്ചറിയൽ നമ്പറായി 14 അക്കങ്ങളുള്ള യൂണിക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് ULPIN അഥവാ ഭൂമിയുടെ ആധാർ നിലവിൽ വന്നു. ഇതുവരെ 29 സംസ്ഥാനങ്ങളിലായി 36 കോടി പ്ലോട്ടുകൾക്ക് ഈ ID അനുവദിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സബ് രജിസ്ട്രാർ ഓഫീസുകളും റവന്യൂ ഓഫീസുകളുമായി ബന്ധിപ്പിച്ചതോടെ ആധാരം രജിസ്റ്റർ ചെയ്താലുടൻ തണ്ടപ്പേർ മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വയമേവ നടക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങൾക്കായി 1050 കോടി രൂപയുടെ ധനസഹായവും കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജോലി സമയത്തിൽ മാറ്റം വരികയാണ്. അതായത് ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന നിലയിൽ നിജപ്പെടുത്താനും സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാനും അനുവദിക്കാനുമുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ച് ലേബർ കോഡുകളുടെ കരട് ചട്ടം വിജ്ഞാപനം ചെയ്ത പുതിയ ലേബർ കരട് ചട്ടത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത്. രാത്രി ഷിഫ്റ്റിൽ ജോലിയെടുക്കൽ താല്പര്യമുള്ള സ്ത്രീകളിൽ നിന്ന് തൊഴിലുടമകൾ രേഖാമൂലമുള്ള സമ്മതപത്രം വാങ്ങിയിരിക്കണം. നവംബർ 21 പ്രാബല്യത്തിലായ കരട് ചട്ടങ്ങളിലാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വരുത്താനാണ് ശ്രമം. ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കരുത്. ജോലി സമയം, ജോലിക്കിടയിലുള്ള വിശ്രമവേള, സമയ ക്രമീകരണം എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കും പോലെ ക്രമീകരിക്കണം. ഇതിനു പുറമെ 16 വയസ്സിന് മുകളിലുള്ള അസംഘടിത തൊഴിലാളികൾക്ക് ആധാർ കാർഡ് രജിസ്ട്രേഷനും നിർബന്ധമാക്കി. രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് ഒറ്റ ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇലക്ട്രോണിക് അപേക്ഷ സമർപ്പിക്കാം. നിശ്ചിത കാലയളവിലേക്ക് നിയമിതരാകുന്ന ജീവനക്കാർക്ക് 1 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകുമെന്നും കരട് ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെയാണ്. അത് കേരളത്തിലും ആ ഒരു രീതിയിൽ നടപ്പാക്കാൻ ഒരു മാതൃക നമുക്കും സ്വീകരിക്കാവുന്നതാണ്. അതായത് തമിഴ്നാട്ടിൽ ഇത്തവണ പൊങ്കൽ കിറ്റിന് പകരം 3000 രൂപ വീതം അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് നൽകാനാണ് DMK സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളും ഇത്തരത്തിലുള്ള കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കിറ്റിന്റെ തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഒരു സംവിധാനമാണിത്. 2,22,91,710 കുടുംബങ്ങൾക്ക് 3000 രൂപ വീതം ലഭിക്കും. ജനുവരി 14 മുതലാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 2021 അണ്ണാ DMK സർക്കാർ പൊങ്കൽ കിറ്റിന് പകരം 2500 രൂപ നൽകിയിരുന്നു. അതിന് ബദലായാണ് ഇപ്പോൾ 3000 രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയാണ്. ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ. 30-ാം തീയതിക്കകം തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ
ഗുണഭോക്താക്കളാകാനുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവിവാഹിതർ എന്നിവർ പുനർവിവാഹിതരായിട്ടില്ല എന്നുള്ള സത്യപ്രസ്താവന കൂടി നൽകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഗുണഭോക്താക്കൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.